ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളൊരു വീടെടുക്കേണ്ട തയ്യാറെടുപ്പിലാണ്. ആദ്യം തന്നെ സ്ഥലമൊക്കെ ഒന്ന് നല്ല നീറ്റാക്കി എടുക്കുന്നുണ്ട്. ആദ്യം ഈ ഒരു സ്ഥലത്ത് കുറേ മരങ്ങളായിരുന്നു, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി അതിനുശേഷം JCB കൊണ്ടുവന്ന് സ്ഥലമൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് നിരപ്പാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ 2 ദിവസത്തെ വീഡിയോ ആഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒന്ന് ഈ ഒരു വീഡിയോ ആണ്, പിന്നെ രണ്ടാമത്തത് വരുന്നത് നമ്മൾ കുറ്റിയിടൽ ചടങ്ങിൻ്റെ വീഡിയോ ആണ്. കുറ്റിയിടൽ എന്ന് പറയുമ്പോൾ കുറ്റിയിട്ടിട്ടാണ് നമ്മൾ വീട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിലയിടങ്ങളിലൊക്കെ കല്ലൊക്കെ വെച്ചിട്ടാണ് വീട് സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ണൂർ കാസർഗോഡ് ഏരിയകളിലാണെന്ന് തോന്നുന്നു ഇതുപോലെ കുറ്റിയിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ദിവസം എൻ്റെയും ഏട്ടൻ്റെയും ഫാമിലീനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ നല്ല മടിയായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ അമ്മേൻ്റെ കൂടെ മാത്രമേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതും ലാസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചടങ്ങുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സൈഡ് ഭാഗത്തെ അളവുകളൊക്കെ നോക്കിയിട്ട് അവർ ഇതുപോലെ ഒന്ന് കുറ്റി അടിക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് മുഹൂർത്ത കുറ്റി അടിക്കുന്നത്. അപ്പോൾ മുഹൂർത്ത കുറ്റി എന്ന് പറയുമ്പം ഈ ഒരു കുറ്റി മണ്ണിൻ്റെ അടിയിലേക്കാണ് കേട്ടോ പോവുക. വീടിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന കുറ്റിയാണ്. നമ്മളെ ബന്ധുക്കളും അതുപോലെ ആ ഒരു ചടങ്ങിൽ പങ്കെടുത്ത ആൾക്കാരൊക്കെ തന്നെ ഇതുപോലെ 3 തവണയാണ് കുറ്റിയിൽ മുട്ടുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോ ആഡ് ചെയ്തത്. കുറേ ആൾക്കാരെ വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ ഫോട്ടോ ആഡ് ചെയ്തിട്ടില്ല. വീഡിയോ കിട്ടിയവരത് മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ 3 തവണയാണ് അതിന് അടി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലേക്ക് പോവും. എല്ലാവരും മെല്ലെ മാത്രമാണ് അടിക്കുന്നത്, കാരണം എല്ലാവർക്കും അടിക്കേണ്ടതല്ലേ. അതുകൊണ്ട് മെല്ലെ മെല്ലെ അതൊന്ന് ടച്ചാക്കി വിടുവാണ്. പിന്നെ അത് അതിൻ്റെ ഉൾഭാഗത്തേക്ക് അടിച്ച് കയറ്റിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് കല്ല് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കുറ്റിയിടൽ ചടങ്ങെന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ പ്ലാനൊക്കെ റെഡിയാക്കി തന്നിട്ടുള്ളത് MK ബിൽഡേഴ്സ് ആൻഡ് ഇൻറ്റീരിയേഴ്സ് ആണ്. അവരെ പറ്റി പറയാതിരിക്കാൻ വയ്യ, കാരണം അത്രയും ഫ്രണ്ട്ലി ആയി നല്ല രീതിയിൽ നമുക്ക് പ്ലാനൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്ലാൻ വരച്ച് അത് ഇഷ്ടമായില്ലെങ്കിൽ ഒരു 10 തവണയെങ്കിലും മാറ്റി വരച്ചു തരാൻ വേണ്ടിയിട്ട് അവർ ഓക്കെയാണ്. അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ടീമാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു.